ഇന്നത്തെ IPL മത്സരത്തിൽ പഞ്ചാബും ഹൈദരാബാദുമാണ് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ SRH ജയിച്ചിരിക്കുകയാണ്. മികച്ച വിജയമാണ് ഹൈദരാബാദ് സ്വന്തമാക്കിയത്. ഹൈദരാബാദ് ജയിച്ചപ്പോൾ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. SRH രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ IPLിലെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് പഞ്ചാബ് ഫസ്റ്റ് ബാറ്റിംഗിൽ 214 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പഞ്ചാബിനെ സംബന്ധിച്ചത് കൂറ്റൻ ടാർഗറ്റായിരുന്നു. പഞ്ചാബ് കളി ജയിക്കുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ സെക്കൻഡ് ബാറ്റിംഗിൽ SRH ഞെട്ടിച്ചു കളഞ്ഞു. ഹൈദരാബാദ് പഞ്ചാബിന്റെ സ്കോർ മറികടന്നിരിക്കുകയാണ്. മികച്ച ബാറ്റിംഗ് ആണ് അഭിഷേക് ശർമ്മ കാഴ്ചവെച്ചത്. ഇന്ന് ഹൈദരാബാദ് ജയിച്ചപ്പോൾ അവരെ പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. 17 പോയിന്റോടെയാണ് ഹൈദരാബാദ് ഈ സീസൺ IPL അവസാനിപ്പിച്ചത്. ഇതേ സമയം രാജസ്ഥാൻ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ 2 സ്ഥാനക്കാർക്ക് പ്ലേ ഓഫിൽ 2 മാച്ച് കിട്ടും. അതുകൊണ്ട് രാജസ്ഥാൻ ടീമിനെ ഇന്നത്തെ കൊൽക്കത്ത രാജസ്ഥാൻ മാച്ച് എന്ത് വില കൊടുത്തും ജയിക്കേണ്ടതാണ്. കളി തോറ്റാൽ രാജസ്ഥാന് പണിയാണ്. ഇന്ന് ജയിച്ചാൽ രാജസ്ഥാന് 18 പോയിന്റ് കിട്ടും. അങ്ങനെയാവുമ്പോൾ രാജസ്ഥാൻ വീണ്ടും രണ്ടാം സ്ഥാനത്തെത്തും. ഹൈദരാബാദ് ഇങ്ങനെ ലാസ്റ്റ് മാച്ചിൽ ജയിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. ഹൈദരാബാദ് രാജസ്ഥാന് പണി കൊടുത്തിരിക്കുകയാണ്. രാജസ്ഥാന് ഇന്നത്തെ മാച്ച് ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരുടെ രണ്ടാം സ്ഥാനം നഷ്ടമാകും. അവസാന നിമിഷം ഇതുപോലത്തെ ഒരു തിരിച്ചടി രാജസ്ഥാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നിലവിൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് 19 പോയിന്റോടെ കൊൽക്കത്തയുണ്ട്. രണ്ടാം സ്ഥാനത്ത് ഹൈദരാബാദ് 17 പോയിന്റ്. മൂന്നാം സ്ഥാനത്ത് രാജസ്ഥാൻ 16 പോയിന്റ്. നാലാം സ്ഥാനത്ത് RCB 14 പോയിന്റ്. രാജസ്ഥാന് രണ്ടാം സ്ഥാനം തിരിച്ചു പിടിക്കണം. ഇല്ലെങ്കിൽ പ്ലേ ഓഫിൽ രാജസ്ഥാന് പണിയായിരിക്കും. ഇന്ന് രാജസ്ഥാൻ കൊൽക്കത്ത ടീമിനെ തോൽപ്പിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ IPLിൽ ഇപ്രാവശ്യം ഏത് ടീമായിരിക്കും കപ്പ് നേടുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.